ഇതുവരെ 18 ദിവസത്തെ നിരാഹാര സമരം ഏകദേശം 8 കിലോ വരെയാണ് അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് കുറഞ്ഞത്. ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ആ ഒരു റീൽ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അത് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് കോടിക്കണക്കിന് രൂപ വിലയിട്ടാണ് ഓരോരുത്തർക്ക് സോൾവ് ചെയ്യുന്നുള്ള ആ ഒരു സത്യം പുറത്തു കൊണ്ടുവന്ന വ്യക്തി ഇന്ന് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അത് നിരാഹാര സമരം നടക്കുകയാണ്. ഈവൻ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പോലും ഒരു പട്ടിക്കുഞ്ഞിന്റെ വില പോലും തിരിഞ്ഞു നോക്കാത്ത അദ്ദേഹം ഇന്നത്തെ ദിവസം കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 18 ദിവസമാണ് നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് ഏകദേശം 8 കിലോയോളമാണ് കുറഞ്ഞത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ദാരുണമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ അതിൽ ഒരാൾ പോലും, ഒരു അതോറിസ്റ്റ് പേഴ്സൺ പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് മറ്റൊരു ഫാക്റ്റായിട്ട് പറയുന്നത്. T20 ഫിഫ വേൾഡ് കപ്പിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന ഈ ഒരു വിഷയം ഇത്രയധികം താങ്ങായിട്ടും തണലായിട്ടും കൊണ്ടു നടന്നത്, അതുപോലെ തന്നെ കട്ട സപ്പോർട്ട് കൊടുത്തതും CJP എന്ന് പറയുന്നത് നമ്മളെല്ലാം കളിയാക്കിയ ആ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയും കൂടെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഫാക്റ്റായിട്ട് വരുന്നത്. ഇതെല്ലാം പോയിട്ട് അദ്ദേഹം വീണ്ടും പട്ടിണി കിടന്നാണ് മരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ത്യയിലോട്ട് വരുന്നതെങ്കിൽ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നു എന്ന് നമ്മൾ പഴങ്കഥ പോലെ പറഞ്ഞു നടക്കേണ്ട അവസ്ഥ ആയിട്ട് വരും.